ഐസ് നോക്കൂ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന ഒരു ഗേറ്റിന്റെ ഉള്ളിലാണ്, ഒരു അണ്ടർഗ്രൗണ്ടിലാണ്. അണ്ടർഗ്രൗണ്ട് അല്ലല്ലോ, അണ്ടർഗ്രൗണ്ടിൽ എന്തിനാണ് വണ്ടി കയറ്റിയത്? ഈ ബുൾജറ്റിന്റെ വണ്ടി എന്തിനാണ് ഇരുട്ടിലിട്ടാക്കുന്നത്? ഗൈസ് നോക്കൂ, എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് സമർഗന്ധിലാണ്. ഈ കാണുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അങ്ങോട്ട് നോക്കി മടുത്തൂർ നേരെ ഇനി ഞങ്ങളിലേക്ക് നോക്കൂ. ഗൈസ്, എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഹെവി വാഹനമായതുകൊണ്ട് ഇനി കടുത്ത സ്നോഫോളും ഫോഗും ഉണ്ടാവും. അപ്പം ഇവിടെയുള്ള ഹെവി ഡ്രൈവർമാരും പിന്നെ 2-3 പോലീസുകാരും നമ്മുടെ വാഹനത്തിൽ റിഫ്ലക്ട് ലൈറ്റ് വെക്കണമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഹെവി വാഹനങ്ങളിൽ വെക്കുന്ന ലൈറ്റാണ്. ഫൈൻ കിട്ടണ്ടായിരുന്നു, കാല് പിടിച്ചിട്ടാണ് ഒഴിവാക്കിയത്. അതായത് അവർ തന്നെ പറഞ്ഞു തന്ന സാധനമുണ്ട്. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളെടുത്ത് കടയിൽ നിന്ന് മേടിച്ചു. അതായത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നീളത്തിൽ പോകുന്നതും പിന്നെ സൈഡിൽ എല്ലായിടത്തും വേണമെന്ന് പറഞ്ഞു. അപ്രകാരം നമ്മളിവിടെ കയറ്റിയേക്കാണ്. $40 ആ ലൈറ്റിന് 4 എണ്ണത്തിന്. അതുകൂടാതെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ $30. നമ്മുടെ നാട്ടിലും 3 ഇരട്ടിയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ലേബർ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ എന്തെങ്കിലും വാഹനത്തിന് പറ്റിക്കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയിരിക്കുകയുള്ളൂ. കമാൺ ഗൈസ്, ഇവിടുത്തെ ദേശീയ വാഹനമായ ഷവർലൈറ്റ് ഇവിടെ തന്നെയുണ്ട്. ഗൈസ്, എൻ്റെ വിശ്വാസം ശരിയാണ്, ഇതൊന്നും ഒറിജിനൽ ഷവർലേ അല്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ടവേര ഇറക്കിയ പോലെ ഇത് ജപ്പാനീസ് സാധനമാണ്. വാ, ഇനി നമ്മുടെ വാഹനം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇദ്ദേഹമാണ് മേസ്തിരി. യുവർ നെയിം പ്ലീസ്? ഫിർദാസ് എന്ന് പറഞ്ഞ ആളാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വാ, ഇനി എന്താണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ കാണുന്ന ലൈറ്റ് കൂടാതെ മേളിലും നമ്മുടെ വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് മഞ്ഞത്ത് തിരിച്ചറിയാനായിട്ട് ഇതേപോലത്തെ ഇൻഡിക്കേഷനുള്ള പിന്നെ ലൈറ്റ് ഇവിടുത്തെ ലോറികളിലും ചെറിയ ചെറിയ പിക്കപ്പ് വാഹനങ്ങളിലൊക്കെ ഇത് നിർബന്ധമായിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഫിറ്റ് ചെയ്യണം. നമ്മളോട് സൈഡിലും ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വണ്ടി ഫിറ്റ് ചെയ്യണം. ഇനി മഞ്ഞത്ത് ഇത് ആവശ്യമുള്ളതാണ്. ഡോക്ടർ ഉസൈൻ ഇവിടെ ഇരിപ്പുണ്ട്. -2 നമ്മളിവിടെ കറങ്ങുന്ന വാച്ചുള്ള ഏതൊരു മനുഷ്യൻ അല്ലേ ഗൈസ്? ഇതിന് ശേഷം നമ്മൾ കിടിലൻ സ്ഥലത്തോട്ടാണ്. ഇത് അടുത്ത കേസ് ഞങ്ങളോട് പറഞ്ഞു ഒരു ലൈറ്റ് ഫോഗ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഫോഗ് ലൈറ്റ് ആക്കി കേട്ടോ. ഇത് 2 ഫോഗാക്കി. ഇനി അങ്ങോട്ട് എക്സ്ട്രീം തണുപ്പാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വേണം. നമ്മുടെ അടുത്ത് അത് വാങ്ങേണ്ട ആവശ്യം വന്നില്ല. അവിടെ മഞ്ഞ ഗ്ലാസ് ഉള്ളവരുടെ എടുത്തും കിട്ടും. അതെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഫിറ്റിങ്ങുകൾ നടക്കണം, പുള്ളി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയൊക്കെ പണി തുടങ്ങി. ലൈറ്റ് വന്നു. ഇവിടെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വരല് ഭയങ്കര പാടാണ്. ഇവന്മാര് പറ്റിയില്ലടാ. നമ്മുടെ വണ്ടിയിൽ നിന്ന് ആ ഹീറ്റിംഗ് സാധനം ഇല്ലേ, അതിനോട് നമ്മുടെ വണ്ടി കുത്തിയിട്ട് ഹീറ്റ് ആക്കാൻ നോക്കി, പക്ഷെ ആവുന്നില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ല. ഇത്രയും കാശ് കൊടുത്തല്ലേ വിട്ടുവോ നമ്മള്. ഇത് ഇവിടെ പിന്നെ ലൈറ്റുകളൊക്കെ പിടിച്ച് ലൈനൊക്കെ തുടങ്ങി കേട്ടോ. മേളിലും താഴെയൊക്കെ ആയിട്ട് ഇത് ബിഗ് സ്മാൾ ഭാഷന്നറിയാം. ഇല്ല, അതവിടെ തന്നെ പിടിച്ചോളൂ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വാഹനത്തിലുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഓ ഗൈസ് നോക്കി, ഇതുണ്ടോ, ഇത് ഇങ്ങനെ വർക്കാവും. ഇത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇനി ഇപ്പുറത്തോട്ടോ വേറെ കാര്യമുണ്ട്. ഇവിടെ വാ, ഇത് നോക്കിയാ സെബിനെ, ഇത് ഇവിടെ എങ്ങനെയുണ്ട്? രാത്രി കാണിച്ചു കൊടുക്കുക. ഇത് നോക്കിയേ, ബേക്കില് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഡിഫക്ടർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ പിടിക്കൂല. ഇങ്ങോട്ട് നോക്കിയേ, ഇത് നോക്കിയേ. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചാലോ കേട്ടോ. ഇതാ ഇൻഡിക്കേറ്റർ ഇട്ട് ഇതാ പോകുന്നു. അങ്ങോട്ട് പോകും. ഇതാ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കിയേ, ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകും. ഫ്രണ്ടിലും അങ്ങനെ തന്നെ വന്നേ നോക്കിയേ. ഇല്ല, പോട്ടെ. ഓ ഗൈസ്, ഇവിടെ ചെറിയൊരു കുഴിയുണ്ട് കേട്ടോ, നേരത്തെ കണ്ടില്ല. ഇതെന്താ സംഭവം? ഫ്രണ്ടിൽ മറ്റേ ഗ്ലാസ് വെച്ചിട്ട് നോക്കാനായിട്ടോ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഗൈസ്, പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ വണ്ടി ഇറക്കുവാണ്. തിരിച്ചൊടിച്ച് നമ്മൾ എങ്ങോട്ട് പോകും? മതി. നേരെ വേക്ക് പോരട്ടെ. ഇതിപ്പോൾ ഒരു നല്ലൊരു ബ്ലോക്ക് ഉണ്ടാകും കേട്ടോ. ഇവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു. കറക്റ്റ് വേക്കിൽ തന്നെ ഒരു വണ്ടി കൊണ്ടിട്ട്, അതാണ് പ്രശ്നം. മുന്നോട്ട് വരട്ടെ. ഓ ഗായ്സ്, പരിപാടി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെ വെച്ചേക്കുന്നു. എടാ ബേക്ക് എങ്ങനെയുണ്ട്? പോട്ടെ. ബേക്കിൽ വണ്ടി ഇട്ട് മതി അവനെ ഒന്ന് ഫ്രണ്ട് എടുത്തിട്ട് എടുക്ക. എന്താന്ന് അറിയത്തില്ല, ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായി ഈ ടൗണിൽ. ഇനി തിരിച്ചോടി. ബേക്ക് നോക്കാം. തിരിച്ചടിച്ചോ. ഓടിച്ചോ. ഒരു നിമിഷം കൊണ്ട് എല്ലാ വണ്ടിയും ബേക്കോട്ട് പോകാണല്ലോ. മതി അവനെ. സമർഗന്ധിൽ മാത്രം കാണാൻ പറ്റിയ സാധനമാണ്. ഇതാണ് ട്രാം. ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് എങ്ങോട്ടാ പോണേ? പയ്യെ പോള്. ഹായ്
ഗൈസ് നോക്കി ഇവിടെ ഉള്ള കേട്ടോ ഇത് നോക്കിയേ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊൽക്കത്തയ്ക്ക് ശേഷം ഒരു ടൗണിൽ ഈ സാധനം കാണുന്നത്. എൻ്റെ ഗ്ലാസ് ഒന്ന് കഴിക്കണം, ഗ്ലാസിൻ്റെ വൃത്തിയൊക്കെ പോയി സുഹൃത്തുക്കളെ. അമ്പോ ഇത് ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. ഇത് ഏറ്റവും കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ സാധനം അല്ലേ. ഇപ്പൊ എന്നാന്ന് സ്വീഡനിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഇലക്ട്രിക് മറ്റേ ബസ്സുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കണ്ടമാനം. പുതിയ ഐഫോൺ 16 Pro Max ഗൈസ്. അല്ല അത് പിടിക്കണ്ട, അത് ഇതേല ഗൈസ് ചത്തുപോയി ഗൈസ്, ഒന്നുമില്ല. അത് പറഞ്ഞ എല്ലാവരും ഇത് തന്നെ അവസ്ഥ, നമ്മുടെ മാത്രമൊന്നുമല്ല. ഫൈനലി വാഹനം ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ നിർത്തി. 15-ലാണ് ഇനി പരിപാടി. ഈ കാണുന്ന ഇവിടെ ഒരു ഇന്ത്യൻ ഹോട്ടലുണ്ട്, ഇവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് എടാ സെബിനെ വീഡിയോ എടുക്കണ്ടേ കുട്ടാ. വാ കേറ്. ഇത് സ്പീക്കർ അല്ല കേട്ടോ, ഇത് ഈറ്റടാ ഈറ്റർ. പോട്ടെടാ പേരെന്നാ? ഒന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ, ഇത് കാരണം പോയി. നിന്റെ പേരെന്നാ? ഓക്കെ. ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് ഒക്കെ അത്യാവശ്യം ഭയങ്കര സെറ്റപ്പാന്ന് തോന്നുന്നു. ഇതാണ് പറയുന്നത് ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ല്. ലാസ്റ്റ് ഇത് തന്നെ എടുക്കേണ്ട വന്നു. എടാ ഒരു മൈക്ക് നിന്റെ അടുത്താട്ടോ ലിബി, എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇവിടെ നല്ല മെനുവും നല്ല ഫുഡൊക്കെയാണ്. ഇന്നലെ രാത്രി ഇവിടെ ബിരിയാണിക്ക് താഷ്കെൻഡിൽ എത്രയാടാ? 80,000 സോമ. 80,000 സോമ. ഇവിടെ 50,000. ഇവിടെ 50,000 സോമ. ഡോക്ടർ എത്തിയിട്ടോ. ഡോക്ടർ ഇരിക്കും. യോയോയോ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട സൗന്ദര്യം. അത് തന്നെ. ചിലപ്പോൾ ഡോക്ടർ പുതിയ പുതിയ ഭാഷകളൊക്കെ ഉപയോഗിച്ചേക്കാം. അതെ, ഇതൊന്നും ഞങ്ങളുടെ തെറ്റുകളല്ല. ലിബിൻ ഓർഡർ ചെയ്ത 65 കിട്ടും കേട്ടോ. പാവൻ ലിബിൻ. അല്ലേ ഗൈസ്. ഫ്രൈഡ് റൈസ്, ഇത് ചിക്കൻ ബിരിയാണി, ദസിബിന് ചിക്കൻ ബിരിയാണി. ഓ റൈത്ത കേട്ടോ, ബിരിയാണിക്ക് റൈത്ത. എങ്ങനെയുണ്ടാ? കഴിച്ചില്ലടാ. ഞങ്ങൾ വിശന്ന് കഴിക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ, പക്ഷേ ഇന്നലെ ഞങ്ങൾ കഴിച്ചു ടിക്ക ബിരിയാണിയാണ്. കൊള്ളായിരുന്നല്ലേ? ഇന്നലെ വലിയ കുഴപ്പമില്ല. ലിബിന് കിട്ടി കേട്ടോ മസാല ദോശ. കഴിച്ചു നോക്കിയേ, എത്ര ചട്നി ഉണ്ട്? ഇതെല്ലാം പിന്നെ ഡോക്ടർ ഹോസ്റ്റലിൽ കൊടുക്കുന്ന ആണോ? നെഞ്ചിരിയും കേട്ടോ. നോക്കണേ, ഞങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്ത കറി കേട്ടോ. എന്നാടത് സുഹൃത്തുക്കളെ? അടുത്ത പരിപ്പ് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു കലക്കും മക്കളെ. അയ്യോ സ്പൂണൊക്കെ ആരോ കൊണ്ടുപോയി കഴിച്ചു. സ്പൂൺ തരുകൂട്ട. നല്ല ഒന്നാന്തരം നാട്ടിലെ പരിപ്പ്, നല്ല ടേസ്റ്റായിരുന്നു ഇന്നലെ കഴിക്കാൻ നേരത്ത്. ഇപ്പോൾ ഫൈനലി ഈ കാണുന്ന അവിടെ നമ്മുടെ TT നെപ്പിളിനെ ഒതുക്കി. രാത്രിയിലെ വർണ്ണ വിസ്മയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. രാത്രി കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വർണ്ണ വിസ്മയങ്ങളായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു USSR ടൈപ്പ് അപ്പാർട്ട്മെന്റ് ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആണോ ഡോക്ടറെ? ഗൈസ് ഇതുണ്ടോ ഈ കാണുന്നൊക്കെ ഒരു USSR ടൈപ്പ് സെറ്റപ്പ് ആണെന്നുള്ളതാണ് തോന്നുന്നത്. ഞങ്ങളെ പാർക്കിംഗ് ഒന്നും കിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വണ്ടി കിട്ടും. ഞങ്ങൾ നേരെ ഇവിടുത്തെ ഇഷ്ടം പോലെ, അതായത് നമ്മുടെ നാട്ടിലെ മലയാളി കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സമർഗന്ധ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളെ. ഡോക്ടറിന്റെ മലയാളികൾ ഏറ്റവും കൂടുതൽ പഠിക്കണ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി എവിടുത്തെ? ഉസ്ബെക്കിസ്ഥാനിൽ. അങ്ങനെയാണോ? സമർഖണ്ഡ് സ്പീക്കർ അങ്ങ് പോയിട്ടോ. സ്പീക്കർ മുന്നിൽ നടന്നു. സ്പീക്കർ വിഴുങ്ങിയത് കാരണം പുള്ളിക്കാരൻ ആവശ്യമില്ല. അങ്ങനെയല്ല, എനിക്കെന്തിനാ, എനിക്കുണ്ടല്ലോ. അങ്ങനെ പുള്ളി ഓൾറെഡി ഒരു സ്പീക്കർ ആണല്ലോ. പുള്ളി ഒരു പിന്നെ പുള്ളിക്ക് ആരോടും സംസാരിക്കില്ല. അതിന് പുള്ളി ഇനി കൗലപ്രസംഗം നടത്താൻ വേണ്ടി പോകുന്ന ഗൈസ്. സ്പീക്കറിന്റെ സൈഡൊക്കെ കീറിയല്ലോ, സ്പീക്കറെ ഫോട്ടോക്കെ കീറിയല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ. അല്ല, സ്പീക്കർ ഉണ്ടല്ലോ, ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു കോലാഹലം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പുള്ളി വെൺപ്രാവിനെ പോലെ അങ്ങ് പോവുകയാണ്. കേട്ടില്ലേ? വെൺപ്രാവുകൾ അത്ര ഉള്ളൂ കേട്ടോ, കൂടുതൽ പാടൂല. കെട്ടുമെന്ന് നോക്കിയേ. പഴയ പബ്ലിക് യൂണിവേഴ്സിറ്റി. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ്. ഇവിടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ. ഇവിടെ ഇന്റർവ്യൂ ഇല്ല, താഷ്കന്ദിലുള്ള ഇന്റർവ്യൂ. താഷ്കന്റ് പഠിക്കണ മാത്രം ഇന്റർവ്യൂ മതി, ഇവിടെ ഇന്റർവ്യൂ വേണ്ട. ഇന്റർവ്യൂ ഇല്ല. സീറ്റ് കിട്ടും. ഇവിടെ സെപ്റ്റംബറിൽ മാത്രമേ ബാച്ച് ഉള്ളൂ, ഫെബ്രുവരിയിൽ ഇപ്പൊ ബാച്ച് ഇല്ല. ഈ വർഷം ഒന്നും ഇല്ല.
കാരണം ഇവിടെ സെപ്റ്റംബർ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഇവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇന്ത്യൻസും പിന്നെ ഇന്ത്യൻസ് ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ മലയാളീസ് ഈ വർഷം കുറച്ച് കൂടുതൽ കുട്ടികളുണ്ട്. പിന്നെ നമ്മളെ അണ്ടറിൽ ഈ വർഷം 100 കുട്ടികളോട് വന്നിട്ടുണ്ട്. ഇവിടെയാ ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് സമർഗന്ധ് യൂണിവേഴ്സിറ്റി. ഒരു പ്രീമിയം എന്താ പറയുക, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കിഡിലൻ യൂണിവേഴ്സിറ്റി. ഇത് MBBS യൂണിവേഴ്സിറ്റിയാണ്. MBBS ആണ് ഇവിടുത്തെ മെയിൻ കോഴ്സ്. അങ്ങനെയല്ലേ ഡോക്ടറെ? മെയിൻ കോഴ്സ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ വരുന്നത് MBBS പഠിക്കാനാണ്. പിന്നെ അതേപോലെ ഇവിടെ ഡെന്റിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ കുട്ടികളാണ് കൂടുതലും. കാരണം നമുക്ക് MBBS-നാണല്ലോ, നാട്ടിലെ BDS-ന് വലിയ റേറ്റ് ഇല്ലല്ലോ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ. ഓ ഇവിടെയല്ലേ മലയാളികൾ പഠിപ്പിക്കുന്നുള്ളേ? ഏതൊക്കെ രാജ്യക്കാരെ പഠിപ്പിക്കുന്നുണ്ട്? മലയാളി ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, കേരളത്തിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ടീച്ചേഴ്സ് അങ്ങനെയുള്ള സംഭവമുണ്ട്. ഒരവസരം കിട്ടുമായിരുന്നെങ്കിൽ കയറി പ്രസംഗിക്കായിരുന്നു. അതാണ് പുള്ളി. ആണോ ഗൈസ്? ഇത് കണ്ടോ, ഈ കാണുന്ന യൂണിവേഴ്സിറ്റി ഫുള്ള് ലെജൻസ് തീരുമാനമാണ്. ഫുള്ള് സോളാറാട്ടോ. അസാമാന്യ കോളേജ്. യൂണിവേഴ്സിറ്റി കാണാൻ തന്നെ ഒരു അമേരിക്കൻ ടച്ച് ഉണ്ടല്ലേ? അല്ലേ റസവിനെ? ഒരു അമേരിക്കൻ ബിൽഡിങ്ങിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നമ്മൾ തമ്മിൽ അടി കഴിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഒരു വാക്പ്രതിവാദങ്ങൾ, വണ്ടിക്ക് അതൊരു കൂട്ടപ്രതിവാദമായിരുന്നു. ഗൈസ് ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ആ സ്ഥലത്തിന്റെ പേരെന്നാണ് ഡോക്ടറെ? രാജസ്ഥാൻ. യെസ് ഗൈസ്, രാജസ്ഥാൻ. അങ്ങനെ നമ്മുടെ ടഷ്കൻഡിൽ നിന്ന് നമ്മൾ വന്ന നമ്മുടെ അടുത്ത ലൊക്കേഷനായ സമർഗന്ധം കഴിഞ്ഞ് ആ സംഭവം കൂടെ കണ്ടതിന് ശേഷം നമ്മളങ്ങനെ തിരിച്ച് ടഷ്കൻഡിന് പോവാണ് സുഹൃത്തുക്കളെ. ഫൈനലി ഈ കാണുന്ന ഈ സ്ഥലത്ത് നമ്മുടെ വാഹനം നിർത്തി. നല്ല ഹൈവേ ആണ്, അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട്, 2-3 ഉണ്ട്. വണ്ടി പൂട്ടി നമ്മൾ ഉറപ്പ് വരുത്തി. ഗൈസ് നിങ്ങളിവിടെ നോക്കാൻ നേരത്തെ ഇത് കണ്ടോ, ഒരു ക്യാൻ കാണൂല കേട്ടോ. ആ ഒരു ക്യാൻ ഉള്ളിലാണ് ഇന്നലെ എണ്ണ നേർന്ന് വെച്ചാണ്. ഡോക്ടർ ഉസൈർ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? രജിസ്ഥാൻ. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ രജിസ്ഥാനിലേക്കാണ് പോകുന്നത്. സ്പീക്കർ ഇത് കാണാൻ ആഗ്രഹിച്ചോ? യെസ്, അടിപൊളി. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അടിപൊളി. സ്പീക്കർ ഒന്ന് പറയാമോ? അയ്യോ, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ച്. ഗൈസ് നോക്കൂ, അതായത് ഡോക്ടറല്ല സ്പീക്കർ ഇതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്പീക്കർ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വിശദീകരിച്ച് എനിക്കും നിങ്ങൾക്കും അറിയില്ല എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പം ഞങ്ങൾ എനിക്കും അതെ, നമ്മളപ്പോൾ നേരെ പോവാണ്. എൻ്റെ കൈകളിലേക്ക് താസവിനെ ഓടിപ്പോകാതെ കുട്ടാ. നിനക്ക് എന്ത് മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ഇറങ്ങി. വെൽക്കം ടു സമർഗന്ധ്. അതായത് സമർഗന്ധിലെ മോസ്റ്റ് അട്രാക്ഷനായ ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കുട്ടീനെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ടോ? അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പ്രത്യേക ടൈപ്പല്ലേ കാണേ. ഗൈസ് നമ്മളെ നാട്ടിൽ വിലയില്ലെങ്കിലും ഇവിടെ നല്ല വില കേട്ടാ. ഇതുണ്ട്, ഇതൊക്കെ ബ്രൈഡൽ ഷൂട്ടിംഗ് കേട്ടോ. കല്യാണ ബ്രൈഡൽ ഷൂട്ടിങ്. അതെ, പൈസ കൊടുത്ത ഫോട്ടോ എടുക്കാൻ പറ്റും. ആ തുണിയൊക്കെ ഇട്ടോണ്ട് വന്നിട്ടോ പോടാ. ബ്രൈഡൽ ഷൂട്ടിങ്ങാ ഗൈസ്. നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം പറയണല്ലേ, താജ്മഹൽ. യെസ്, താജ്മഹൽ പോലത്തെ ഇതിന്റെ നടുഭാഗത്തേക്ക് എത്തി. ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലോ? യെസ് ഗൈസ് നോക്കൂ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറണം. ടിക്കറ്റ് എടുക്കും. ഇവിടുന്ന് എവിടെ ടിക്കറ്റ് എടുക്കുക. കയറാത്തവനെ കുറച്ച് ആൾക്കാർ ഉള്ളിലോട്ട് കയറുന്നുള്ളൂ. ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ സ്പീക്കർ ഇവിടെ കുറെ നേരം ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, പഠനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ ഒന്നും വ്യക്തം ഔട്ട്പുട്ട് വരുന്നില്ല. പറഞ്ഞോ, ഇവിടെ രജിസ്ഥാൻ എന്നുള്ളത് അർത്ഥമാക്കുന്ന ഒരു മണൽ കൊണ്ട് മൂടപ്പെട്ട സ്ഥലം എന്നുള്ളത്. മണൽ കൊണ്ട് മൂടപ്പെട്ട സ്ഥലം അങ്ങനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പണ്ട് ഇവരുടെ ഈ കൃഷിക്കാരുടെ അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതും അതേപോലെ പട്ടാളങ്ങളെ സ്വരൂപിച്ചു കൂട്ടുന്നൊക്കെ ഇവിടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്ഥലം, ഈ ഒരു സ്ക്വയറിനെ പറയുന്നത്. ഓ, ഇത് പള്ളിയാ? ഇവിടുത്തെ ഇതിനെ 3 മദ്രസകളായിട്ടാണ് അവര് കണക്കാക്കുന്നത്. 3 മദ്രസകൾ എന്നുള്ള രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. അത് എന്ത് അർത്ഥത്തിലാന്നുള്ളത് നമ്മൾ ഒന്നുകൂടി പഠിക്കണം. ഈ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞും വായിച്ചറിഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊരു മണൽ മൂടപ്പെട്ട സ്ഥലം. നിങ്ങളെ തോപ്പിക്കാനായിട്ട് അവിടെ പോയി സ്കാൻ ചെയ്തോണ്ട് വരുന്നുണ്ട്. അതെന്തായി? എന്നാ അത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നൊക്കെയാ? സമർക്കന്ത് ഇവിടുത്തെ ഒരു ആൻഷ്യന്റ് ഭയങ്കര ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. ഈ സിൽക്ക് റോഡൊക്കെ പോയതുകൊണ്ട്. അതുപോലെ 1997 ഇന്റർനാഷണൽ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ ഇവിടെ ആദ്യമായിട്ട് ലോകത്ത് നടത്തിയത്. അങ്ങനെ ലോകത്ത് 2001 യുനെസ്കോയുടെ പൈതൃക നഗരമായിട്ട് സമർക്കണ്ടിനെ പ്രഖ്യാപിക്കുന്നത്. അത് ഈ ഒരു 3 വാസ്തുവിദ്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശരിക്ക് അതിന്റെ കുറെ സയൻസും കൂടി ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ശില്പിയില്, ഇതിന്റെ ഒരു വാസ്തുശില്പിയില്. ഓ ഗൈസ് നോക്കൂ,
അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. എല്ലാം കിടിലൻ ബിൽഡിംഗ് ആണ്. നമ്മൾ ടഷ്കൻഡ് അല്ല കസാക്കിസ്ഥാനിലൊരു സ്ഥലത്ത് പോയിരുന്നല്ലോ, തുർക്ക്മെനിസ്ഥാനാണ്. ആ സെയിം സെറ്റപ്പാണ് ഈ കാണുന്ന. നോക്കിയേ, ഇതാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലം, ഇത് എക്സിറ്റ് ആണ്. ഞങ്ങൾ പിന്നെ അതിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് കിട്ടുമെങ്കിൽ പിന്നെ ഇവിടുന്ന് എടുക്കാമല്ലോ. ഇത് കണ്ടോ? ആ ബുഖാറിൽ പോയാല് ബുഖാറിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ട്, താഷ്കന്ദിലും ഇതേപോലത്തെ സ്ഥലമുണ്ട്. ഇത്ര ഇങ്ങനെയല്ല, നമ്മൾ രാത്രി പോയപ്പോ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ ടൂറിസ്റ്റ് പ്ലേസുകൾ, ഉസ്ബെക്കിസ്ഥാനിലെ ടൂറിസ്റ്റ് പ്ലേസ് അടിക്കാൻ മെയിൻ ആയിട്ട് വരുന്ന ഇതേപോലത്തെ നിർമ്മിതിയുള്ള പള്ളികളാണ്. ഇതിന്റെ തൊട്ട് കണ്ടോ അവിടെ ആ ഒരു പിന്നെ ഒരു ചെറിയൊരു വാതിൽ കണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. അവരുടെ കോസ്റ്റ്യൂംസ് അവരിന്ന് നമ്മൾ ധരിച്ചു തരും. അത് വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. അത് അവിടെ ഡ്രസ്സ് ഉണ്ട്. ഇതുണ്ടോ, ഈ നിങ്ങൾക്കറിയായിരിക്കും കബീബ് എന്ന് പറഞ്ഞ UFC ബോക്സർ, പുള്ളിയൊക്കെ ഈ സാധനമൊക്കെ ഇട്ട് പിന്നെ റാമ്പിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞാലേ അതിന് വളമുണ്ട്. ആണോ? ഗൈസ് നോക്കൂ. എന്തായാലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അറബിക്ക് എഴുത്തുണ്ട്. ഇത് കണ്ടോ, നേരെ നോക്കി ക്യാമറയിലേക്ക് നോക്കി. ഇതുണ്ടോ, ഇതുണ്ടോ, ആ ടൈൽസിനൊക്കെ ഒരു അറബിക്ക് എഴുത്ത്. ഇതുണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ടൈൽസിലൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മിനാരം കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ തന്ത്രം കേട്ടോ. സൂപ്പർ. വെരി നൈസ്. You are good photographer. Very good photographer. Which camera? Sony A7. I know. ബാ പോ. ഇതൊന്നേന്ന് ഇങ്ങനെ പോകും കേട്ടോ നമ്മളെടുത്ത കളി. ഇത് ഭയങ്കര പറ്റില്ല. ഞാൻ കുറെ ഈ ചതി പെട്ടിട്ടുള്ള കേട്ടോ, അതുകൊണ്ട് എനിക്ക് വയ്യ. ഞാൻ പണ്ട് ആലോചിക്കുന്നുണ്ട്, ആരോ നമ്മുടെ കൂടെ വന്നിട്ട് ഒരു മണാലി വെച്ച് ഒരു ഫോട്ടോയ്ക്ക് വരും 150 ഫോട്ടോ എടുക്കേണ്ട വന്നു. സ്പീക്കർ ഏകദേശം വീഴാനുള്ള സാധ്യത പോയപ്പോഴേ ഇതേപോലെ അല്ല, സ്പീക്കറിനും ബുദ്ധിയൊക്കെ ഉണ്ട്. കാശ്മീർ പോയപ്പോ ഇതേപോലെ നമ്മുടെ അടുത്ത് ടീം വന്നു. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് അറിയില്ല. ഞാൻ ഏൽപ്പിച്ചു. അവസാനം 4000 റുപ്യ ബില്ലായിരുന്നു. കാശ്മീർ നമ്മള് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം അഭിപ്രായം ഇല്ലാത്ത കാശ്മീർ മാറിപ്പോയതാ എന്റെ ഡോക്ടറെ. സ്പീക്കർ എന്താ സംഭവിച്ച മൊത്തം നിലയിലാക്കി. അവന് ഞാൻ 10,000 കൊടുക്കണം. എത്ര? 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഹിന്ദി അറിയില്ല. How much song? One photo? 10,000 song. Okay, how much? $1. $1. One picture. It is very expensive, man. Muslim. No, yeah. This one Muslim. This one Muslim. This one also Christian. Yeah. He is also. Muslim. You know? No. Christian. Hindu. No. Christian. Our country. Christian. India. Christian. Hindu, Muslim, Hindu, Parsi, Buddhist, friendly. Very friendly. That is very good country in our country. India, good country. Yeah. Thank you. We take it. Your name? Samantha. നമ്മളുടെ ഒരു ആക്ടർ അല്ലേ? ഹിന്ദി നടിയുടെ പേരല്ലേ? അത് സമന്ത. One actor in India. Samantha. Okay. Okay, come on, go. Let's go. Okay. Leave it up. Yeah, guys. Bye. എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഒക്കെ ഞാൻ പറഞ്ഞു. ഗൈസ്, ഇവിടുത്തെ ട്രാഫിക് ഇച്ചിരി ഉണ്ടല്ലോ, ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലടാ, ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കാൽനടക്ക് ഇപ്പം വരും 5, 4, 2, 1, 0. ഗൈസ്, ഇവിടെ നോക്കൂ. ഫൈനലി ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. ഭയങ്കരം, അതായത് വെയിലുണ്ടെങ്കിൽ ഭയങ്കരം ബ്യൂട്ടിജനിക്കും ക്യാമറ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അടുത്ത വർഷമൊക്കെ നമ്മൾ വരാനായിട്ട് പീക്ക് ആയിരിക്കും തണുപ്പിന്റെ, അല്ലേ? എണ്ണ വരയ്ക്കും അല്ലേ? ഗൈസ് നോക്കൂ, അതൊരു വലിയ ഇതായിരിക്കും കേട്ടോ, പാട്ടടിച്ച പരിപാടി ആയിരിക്കും. ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ഈ കാണുന്ന ഈ വഴി കൂടിയാണ് തിരിച്ച് ടാഷ്കൻഡിന് പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി 292 കിലോമീറ്റർ ആണ് നമുക്ക് ടാഷ്കൻഡിന്. ഇതൊക്കെ പഴയ സിൽക്ക് റൂട്ടിന്റെ ഭാഗങ്ങളാട്ടോ, അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഈ സൈഡിൽ കാണുന്ന ക്യൂ ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സെയിം സംഭവം തന്നെയാണ്. ഗ്യാസ് അടിക്കാൻ വേണ്ടി വണ്ടികൾ കിടക്കുന്ന കേട്ടോ. എന്താണ് ഇവിടെ ഗ്യാസ് കിട്ടാൻ ഇത്ര പ്രയാസമെന്ന് എനിക്കറിയത്തില്ല. ഗ്യാസ് അടിക്കുന്ന ഗ്യാസ് സ്റ്റേഷനിലെല്ലാം ഇതേപോലെയുള്ള മണിക്കൂറുകളോളം നീണ്ടു കിടക്കുന്ന ക്യൂകളാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെയാണ് പുറം രാജ്യങ്ങളിൽ ചൈനീസ് ബ്രാൻഡുകൾ വാഹനം വിൽക്കുന്നത്. ഇതൊക്കെ ചൈനീസ് കമ്പനികളാണ്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ഷവർലെറ്റ് ഉണ്ട്, BYD. ഈ ജെറി, BYD ഇതൊക്കെ ഇങ്ങനെയാണ് വാഹനങ്ങൾ വിൽക്കുന്നതും വർക്ക്ഷോപ്പും പരിപാടിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ.
ഞാനിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോകാൻ നേരത്ത് കണ്ടു. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകിയതാണ്. വണ്ടിയിൽ എണ്ണയില്ല കേട്ടോ, ആ കാര്യം ഏകദേശം തീരുമാനമായി. എവിടുന്നേലും DT അടിക്കണം. കാണുന്ന ഹൈവേ കൂടെയാണ് നമുക്ക് സമർഖന്ദ് അല്ല താഷ്കൻഡ് പോകേണ്ടത്. കണ്ടോ, ഈ കാണുന്ന ഇവിടുത്തെ മലയൊക്കെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ പെട്രോൾ ഡീസൽ എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമായ ഒരു നിധിയാണല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടെ ഡീസൽ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി കാർഡ് അടിച്ചതിന് ശേഷം വേണം നമുക്ക് ഡീസൽ ഇവിടെ നിന്ന് അടിക്കാൻ വേണ്ടി. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി. സെബിനെ ക്യാൻ ഇറക്കണം, കുപ്പി ഇറക്കണം. എൻ്റെ കയ്യിലുണ്ട്. എടാ ക്യാൻ ഇറക്കണം, കുപ്പി ഇറക്കണം കേട്ടോ. ക്യാൻ ആണോ? ഒന്ന് മണിക്ക് അടിച്ചേക്കാം അല്ലേ? 60, 10, 70, 15 മതി. മൊത്തം 75 അടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ അവിടെ പോയി അടിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ എണ്ണ അടിക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ കുളം മൊത്തം ഫ്രീസായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ ഫുൾ ഫ്രീസാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എടുത്തെറിയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ കറക്റ്റ് ഞാൻ ഇതുണ്ട് ഐസും കട്ടായിട്ട് നിൽക്കുന്നുണ്ടോ ഗൈസ്. അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എണ്ണയടി തകൃതിയെ നടപ്പുണ്ട് ഗൈസ്. ഫൈനലി നമ്മളങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് നേരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിലെ ദിവസങ്ങൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളങ്ങനെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉസ്ബെക്കിസ്ഥാനിൽ. ഇനി വലിയ ദിവസമൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, സെക്കൻഡ് ലാസ്റ്റ് ഡേ എന്ന് വേണം നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ ഈ ദിവസത്തെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം കേട്ടോ. ഈ കാണുന്ന കോമ്പൗണ്ടിലുള്ള ഇവിടുത്തെ ഒരു പള്ളിയാട്ടോ. റഷ്യനും ഉസ്ബെക്കും റൂസ്കിയും അങ്ങനെയുള്ള എല്ലാ ഭാഷകളും ഉണ്ടാവും. പിന്നെ അറബിക് ലെറ്റേഴ്സും. ഗൈസ് ഇത് കണ്ടോ, പള്ളിയുടെ ഒരു കോമ്പൗണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങൾ വണ്ടി പിന്നെ ഇവർക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. 2 പേർക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകണം നമ്മുടെ കൂടുതലുള്ള. അപ്പോൾ അവർ നിസ്കരിച്ചിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീർക്കാം. നിസ്കരിക്കാൻ പോകല്ലേ? ഓക്കെ ഗൈസ്, ഒരാൾ ഓൾറെഡി കയറി, അടുത്താൾ കയറാൻ വേണ്ടി പോകണം. അപ്പം ഞങ്ങൾ അതേ സമയം ഇവിടെ നിൽക്കും കേട്ടോ. ഇങ്ങനെയും ജീവിതം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. മൈനസാണ് മൈനസ്. അവിടെ ഇവരെന്ത് വിൽക്കാന്നറിയോ, ഈ നമ്മുടെ ഇതിനെന്നാ പറയുക, മിലൻ. പക്ഷെ ഷമ മിലൻ ഇവരെ സമ്മതിക്കണം കേട്ടോ. അതാ ഞാനും പറയുന്നത്. ഞാനേ ഈ സാധനം കണ്ടോ, ഇവിടെ ചൂട് കായ വെച്ചതാണ്. അതൊന്നും ഇരുന്നിട്ട് യേശുവില്ല. ഇത് കണ്ടോ, ഇത് ഇവരെ സമ്മതിക്കണം കേട്ടോ. ജീവിതം നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും തണുപ്പില്ല, എക്സ്ട്രീം ഇല്ല അല്ലേ? ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കാനുള്ള മൂഡ് പോയി. ചോദിക്കില്ലട്ടോ, പാവം കിട്ടും. അയ്യോ, നിനക്കല്ലേ ഇത് വേണ്ടെന്ന് പറഞ്ഞേ. ഇത് ഐസും കട്ടയായിട്ട് സാധനം, ഐസും കട്ടയായിട്ട് നിൽക്കും. ഐസും കട്ട ഇത് തിന്നുന്നത് എന്നോട് പാവം. അയ്യോ യാ, താങ്ക് യു. ഹായ് യാ, ഭയങ്കര ടേസ്റ്റാ. നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഡോക്ടറും സ്പീച്ചറുമായി പോവുകയാണ്. പോവാ. ബൈ 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 ബൈ. ഈ നല്ല 2 സുഹൃത്തുക്കളോട് പറയുക. അല്ല, 3 സുഹൃത്തുക്കൾ. നല്ല അനുഭവമായിരുന്നു. ഗൈസ്, അതായത് ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് 30-something കിലോമീറ്റർ, 50-something മിനിറ്റ് വരും നമുക്ക് ബോർഡറിലേക്ക്. ഞങ്ങൾ നേരെ ബോർഡർ ലക്ഷ്യമാക്കി പോവുകയാണ് സുഹൃത്തുക്കളെ. പോകാതിരിക്കാൻ വഴിയില്ല. കാര്യം യാത്ര അങ്ങനെയാണ്. പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് കേൾക്കണില്ല. അതെ, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. സ്പീക്കറിന് തന്നെ എന്തോ കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട്. പൊക്കോളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലേ? എന്തിനാ? 2-3 ദിവസമായില്ലേ? 4 ദിവസമായില്ലേ നമ്മൾ യാത്ര തുടങ്ങി? എത്ര ദിവസമായി? 3 ദിവസമായില്ലേ? എത്ര ദിവസമായി? 2 ദിനാ? 2 ദിൻ. ഡോക്ടറിന്റെ ബാഗ് എന്തിയടാ? സ്പീക്കറിന്റെ ബാഗോ? എല്ലാ സാധനവും റെഡിയാണ്. ഇറക്കി വിടുകയാണ് സുഹൃത്തുക്കളെ. ഇറക്കി വിടുകയല്ല, യാത്രകൾ ഇങ്ങനെയാണ്. കമ്മിറ്റ്മെന്റ്സ് കൂടി കഴിഞ്ഞാൽ വിഷമങ്ങൾ കൂടും. കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ പിരിയലിന് വിഷമം കൂടും. അതല്ലേ അതിന്റെ ഒരു ഇത്. പറഞ്ഞോളൂ. നമ്മളിങ്ങനെ കൂടെ കൂടവരെ അതിനൊരു തോട്ട് ഡിഫറെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. കമന്റ്സ് ഒക്കെ വായിച്ചു. പക്ഷെ ആ ആളുകളൊക്കെ വേറെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല റിയൽ കാര്യം. ഓക്കെ, അത് ഇവരെ കൂടെ നടക്കുമ്പോഴാണ് മനസ്സിലാവും. താങ്ക് യു. വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, വാല്യൂബിൾ ആയിട്ടുള്ള വളരെ പിന്നെ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ബണ്ടിൽ ഓഫ് നോളജ്. ദെൻ അത് ശരിക്കും ഒരു ഇൻഫോർമേറ്റീവ് ഭാഗമാണ്. അത് ശരിക്ക് എബിനും ലിബിനും സിബിനും ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോളജ് ഏരിയ ഉണ്ട്. വളരെ പബ്ലിക്കിനകത്തുള്ള ഒരു 100 ബുക്ക് വായിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് യാത്രകൾ ചെയ്യുന്ന അതിന്റെ അപ്പുറത്ത് നല്ല ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ട് ശരിക്കും. പക്ഷെ ആ ഒരു ഭാഗത്തല്ല പബ്ലിക് പിന്നെ എബിനെയും ലിബിനെയും കാണുന്നത്.
അങ്ങനെയല്ല. പക്ഷെ ഒരു എന്താ ഇത് പറയുക, നമ്മള് ഒരു കാര്യത്തിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആർട്ടായിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞ കാര്യം. ഡോക്ടർ ഈ മാസം ലാസ്റ്റ് വരുമ്പം വീട്ടിലേക്ക് വായോ. മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. ഞാനുണ്ട്. ഓക്കെ, മീറ്റ് അഗൈൻ. ഇസ് മീറ്റിംഗ് ഇൻ കാലിക്കറ്റ് ടു കണ്ണൂർ. യാ ഗൈസ്, അപ്പം ഞങ്ങൾ പിരിയാണ് സുഹൃത്തുക്കൾ. പുള്ളിക്കാരന് നമ്മുടെ ഇവിടുത്തെ സ്ഥാപനത്തിലോട്ട് എല്ലാവരും വരുക. അതെ. പുള്ളിക്കാരന്റെ സ്ഥാപനമല്ല, ഇവിടുത്തെ സർക്കാർ സ്ഥാപനമാണ്. അതെ. പുള്ളിക്കാരൻ അതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അതെ അതായത് ഞാനിവിടെ കണ്ട എല്ലാ പിള്ളേരും സംസാരിക്കും, എല്ലാവരും ഹാപ്പിയാണ്. അതെ. അതേപോലെ പുള്ളിക്കാരന് പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയും പുള്ളിക്കാരൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് മലയാളികൾക്ക് കേരള ഫുഡ് വരെ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ചതിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല. എത്തിക്സ് ഉള്ള ആളാണ്. അത് ഉറപ്പായിട്ട് ഇത്രയും ദിവസം നമ്മുടെ കൂർത്തി നിന്നിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരന് പല കാര്യങ്ങളും കണ്ണടയ്ക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് പൈസ മേടിച്ചിട്ടായിരുന്നതിൽ പലതും കാണിക്കായിരുന്നു. അതായത് ഈ പുള്ളിക്ക് ഡയറക്റ്റ് കോളേജായിട്ടാണ് എഗ്രിമെൻ്റ്, അല്ലാതെ സബ്ബോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. സബ്ബിലൊന്നും ഒരിക്കലും പോരുത്. നിങ്ങളൊരു സ്ഥലത്ത് പോകാൻ നേരത്തല്ലേ, നിങ്ങളൊരു ഏജൻസിനെ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകാൻ നേരത്ത് ഡയറക്റ്റ് കൊടുക്കുന്നവരായിട്ട് ബന്ധപ്പെടുക. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞ 3 ഏജൻസി നമ്മളെ കോൺടാക്ട് ചെയ്തതാണ്. അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് മറിഞ്ഞു വരുന്നതാണ്. ഇവർക്കെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് 3 കോളേജിന് സീറ്റ് ഉണ്ട്. അതെ. നാളെ നമ്മുടെ വീഡിയോ ഉണ്ട്, ആരെങ്കിലും പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പറയാനും ഒരു ഇത് വേണം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോയി, അപ്പൊ ഞാനിങ്ങനെ മറിഞ്ഞു പോയ ആൾക്കാരോട് ചോദിച്ചിട്ട് എന്നാ കാര്യം, എനിക്ക് നാട്ടിൽ ഇയാളോട് എനിക്ക് ചോദിച്ചുകൂടെ? യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പം ഓക്കെ, മീറ്റ് അഗൈൻ. അപ്പം ഇൻഷാല്ലാ ബൈ ബൈ. ബൈ ബൈ. ഒരു കാര്യം കൂടി പറയണേ, നമ്മള് ഓരോരുത്തരെ പറ്റി മനസ്സിലാക്കണം. അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരോട് എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് ഈ വണ്ടിയിൽ ഇന്റർടാക്ട് ചെയ്യുമ്പോൾ. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് ഇവരെ പറ്റി വളരെ കൃത്യമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കാന്ന് വിചാരിക്കണം. ഇത് റിയാലിറ്റിയാണ്. ഇവരെ അറിയുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് ഇത് അറിയും. അപ്പൊ ഞാൻ ഈ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് ഇത് ശരിക്കും അറിയാത്തോണ്ടാണ്, അവെയർ ആവാത്തോണ്ടാണ്. അല്ലേ? പിന്നെ ഇവര് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെയാണ്. അതെ ഗൈസ്, നിർത്തുന്നു ഗൈസ്.